ഹലോ ഗോയ്സ്, ഇന്ന് നമുക്ക് ഡൽഹിയിൽ പൊറോട്ട ഇറച്ചി കഴിക്കാൻ പോയാലോ? വാ, പോയി നോക്കാം. ഈ സൈഡിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ ഭംഗി കാണണമെങ്കിൽ വിന്റർ സീസണിൽ തന്നെ വന്നോട്ടാ. അങ്ങ് ദൂരെ കാണുന്ന ഇന്ത്യ ഗേറ്റിന്റെ താഴെയാണ് നമ്മൾ തേടുന്ന ആ കട. ഈ കാണുന്ന റോഡ് കണ്ടാൽ പറയോ കഴിഞ്ഞ ദിവസം ഇവിടെ പരേഡ് നടന്നു? ഇതാണ് ഡൽഹി. ഒരു ദിവസം ശാന്തതയാണെങ്കിൽ മറ്റു ദിവസം തിരക്ക്. ഈ കല്ല് കിട്ട വഴി കൂടെ ആട്ടോ നമ്മൾ ആ ഫുഡ് സ്റ്റാളിലോട്ട് പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സംസ്ഥാനത്തെയും ഫുഡ് കിട്ടുന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഈ കാണുന്ന കല്ല് നോക്കിയേ, എവിടെയെങ്കിലും കണ്ടുണ്ടോ? അത് തന്നെ, ചെങ്കോട്ടയും ഈ സെയിം കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയാണ്. ഇവരാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഗൂഗിൾ മാപ്പ്. ഇവരുടെ പുറകെ തന്നെ നമുക്ക് വച്ചു പിടിക്കണം. കുറെ നടന്നുകൊണ്ടാണോന്നറിയില്ല, ആമാശയെ മുത്തിയുടെ മുത്തിക്ക് വരെ വിളിക്കുന്നുണ്ട്. ഓഫ്. അങ്ങനെ നാടെത്തി ഗോയ്സ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്ത്യ ഗേറ്റ്. 42 അടിയുള്ള ഈ സ്മാരകം ഇന്ത്യയുടെ ഒരു അഭിമാനം തന്നെയല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണത്? പക്ഷെ ഇവിടെ വരുന്നവർക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കണ്ട ജനങ്ങളെ കണ്ടിട്ട് നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അത് വാച്ച് കാണണ്ടില്ലേ? ഡൽഹി ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെ, എവിടെ തിരിഞ്ഞാലും ടൂറിസ്റ്റ് പ്ലേസുകൾ. അങ്ങനെ ഞാനും ഒരു ടൂറിസ്റ്ററായി ഗോയ്സ്. ഈ കാണുന്ന ലേക്ക് നല്ല വൃത്തിയായിട്ടാട്ടോ മെയിൻറ്റെയിൻ ചെയ്തേക്കണേ. ഇവിടെ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഡൽഹിയിലെ തിരക്കുകളൊക്കെ ഒന്നും മാറി ചിന്തിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കത്തി വെക്കലെന്നൊക്കെ എന്തുകൊണ്ടും ഒരു നല്ലൊരു കാര്യമായിരിക്കും. വീണ്ടും നടന്ന് നടന്ന് നമ്മൾ അങ്ങനെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി ഗോയ്സ്. ഗൂഗിൾ മാപ്പുകളുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചുകൊണ്ട് ആരെ കാണുന്നില്ല ഗോയ്സ്. ഏയ് സിറി, സിറി സിറി, ഇവിടെ നോക്കൂ. ഫുഡ് എവിടെ? അവിടെയാണോ? കുടുംബശ്രീ കട അടച്ചിട്ടേക്കാണ് ഗോയ്സ്. എന്ത് ചെയ്യും? എനിക്ക് വിശന്നിട്ട് വയ്യ. തോൽവി സംബന്ധിക്കാണ്ട് അടുത്ത കടയിലോട്ട് പോവാം. ഇവിടെ കുറെ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഹൈദരാബാദ് കടയിലൊന്ന് പോയി നോക്കിയാലോ. ഒത്തിരി ഫുഡ്സ് ഉണ്ട് അവിടെ, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹൈദരാബാദ് ബിരിയാണി തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതൊന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ വായിൽ വയ്ക്കാൻ ഒട്ടും കൊള്ളില്ല ഗോയ്സ്. വീണ്ടും തോൽവി സമ്മതിക്കാതെ അടുത്തുള്ള മഹാരാഷ്ട്രക്കാരുടെ സ്റ്റാളിൽ പോയി. എൻ്റെ കുട്ടിയുടെ മെനു നോക്കിയിട്ടില്ല, പിന്നെയാണ് അവരുടെ മെനു നോക്കണേ. കണ്ണി കണ്ടൊരു മോമോസ് എന്നാന്ന് പറഞ്ഞു, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല ഗോയ്സ്. അടുത്തതായി മേഘാലയയിലോട്ട് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു പോയി. പക്ഷെ മെനുവിൻ്റെ അത്ര വലുപ്പം അവിടുത്തെ കിച്ചണിൽ ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. അവിടെ ഉദ്ദേശിച്ചതൊന്നും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ഈ കാണുന്ന ഫ്രൈഡ് റൈസ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തിന്നു. അടുത്തതായി മധ്യപ്രദേശുകാരെ കുനോക്ക ഫെയറാണ് കയറിയത്. കാണാനൊക്കെ അത്യുത്തമം, അതുകൊണ്ട് തന്നെ അതിഥി കുട്ടീനെ കൊണ്ട് ട്രൈ ചെയ്യിക്കാന്ന് വിചാരിച്ചു. ബംഗാളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ടാട്ടോ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരെ കട ഇന്ന് തുറക്കായിരുന്നത്. ഇനി കുറച്ച് ദിവസത്തേക്ക് അത് തുറക്കില്ലെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം പക്ഷെ ചതിച്ചില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബൈ ദ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.